ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് വേലൂർ ചാക്കോ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഉളിക്കലിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ MC ആയിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം എന്നിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് ഏതൊരു കാര്യത്തിനും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈശ്വരനോടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ സമയം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വേലൂർ ചാക്കോ. ഞാൻ കണ്ണൂരിൽ ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഏകദേശം ഈ ബേറ്റോളത്തിൽ 15 മാസമായിട്ട് നിൽക്കുന്നു. കാരണം ഈ ബേറ്റോളത്തിൽ ഇന്ന് വന്നിട്ടുള്ളതായ എല്ലാ KBC ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഊഷ്മളമായ വെൽക്കം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം നമുക്ക് ഇന്ന് സംസാരിക്കാൻ വരുന്നത് നമ്മുടെ ഉറുമേരിയിലുള്ള മിനീഷ് സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ആരംഭത്തിൽ തൊട്ടേ അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ വരികയും യാദൃശ്യമായിട്ട് നമ്മുടെ മനോജ് സാറിനൊക്കെ കാണുകയും അങ്ങനെ ഡിസിഷൻ എടുക്കുകയും അദ്ദേഹത്തിന്റെ ആറക്കം സാലറി കിട്ടിയിട്ടുള്ള വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളോടുകൂടി ചേർന്ന് ഈ ബേറ്റോടത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദിശയെടുക്കുകയും മാത്രമല്ല ഏത് കാര്യവും യഥാർത്ഥമായിട്ട് പഠിച്ചിട്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വളരെ സരളമായ ഭാഷയിൽ, മലയാള ഭാഷയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു മാന്യ അദ്ദേഹമാണ് മിനീഷ് സാർ. കാരണം മിനീഷ് സാർ എപ്പോഴും മിനീഷ് സാറിന്റെ ക്ലാസ് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സൗമ്യമായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2-3 ദിവസം മുമ്പേ നമ്മുടെ ഈ പ്ലാന്റ് ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ പറ്റി 10 പ്രൊഡക്ട്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട്, അങ്ങനെ ഓരോ കാര്യം ഒന്നും മാത്രമല്ല, ഏത് കാര്യം നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ പറ്റിയോ എന്ത് വേണമെങ്കിലും അദ്ദേഹം വളരെ സരളമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു മാന്യ അദ്ദേഹമാണ്. ഇന്ന് അദ്ദേഹമാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ തന്നെ വളരെ, കാരണം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. അദ്ദേഹത്തെ പറ്റി പറയാൻ വേറെ വാക്കുകളില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് മാന്യ മിനീഷ് സാർ പുറമേരി. അദ്ദേഹം വടകര പുറമേരിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ബാറ്റോറിയം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഗർ ജോഷി സാറ്, അദ്ദേഹം ശരിക്ക്, കാരണം ഈ മാഗ്നറ്റിക്സിലൊക്കെ PhD എടുത്ത് വളരെ ഗഹനമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഈ പ്രോഡക്റ്റ് നമ്മളെ കൊണ്ടുവരികയും, കാരണം അദ്ദേഹം മാഗ്നറ്റിക്സിനെ പറ്റി വളരെ ഗഹനമായിട്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രോഡക്റ്റ്, നമുക്കധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ. കാരണം മാത്രവുമല്ല, നമ്മുടെ മനോജ് സാറാണല്ലോ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് കൊണ്ടുവരികയും അദ്ദേഹമാണ് ആദ്യമായിട്ട് 10 മാസം കൊണ്ട് കരോട്പതിയാകുകയും ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. കാരണം അന്നൊന്നും പറയുവാനില്ല. അപ്പോൾ അന്നത്തെ അക്ഷീണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് ഒരു ടോപ്പ് പൊസിഷനിൽ വരും. കാരണം അദ്ദേഹത്തിനെ റോൾ മോഡലായിട്ട് നമ്മൾ എല്ലാവരും എടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ഈ റീപർച്ചേസ് സ്കീമൊക്കെ വന്നപ്പോൾ എത്ര പെട്ടെന്ന് കരോട്പതിയാകാൻ എല്ലാവർക്കും സാധ്യമാണ്. കാരണം പുതിയ കൺസെപ്റ്റ് ഒക്കെയും വളരെ നമുക്ക് സുതാര്യമായിട്ട് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നതാണ്. നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഗുണം എന്താണെന്നുള്ളത്. കാരണം ഇനിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. കാരണം ഇനിയാണ് ഇത്ര നല്ല സന്ദർഭം നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും പുറകോട്ട് മാറാൻ പാടില്ല. കാരണം ആത്മാർത്ഥമായിട്ട്, കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഏവർക്കും, രക്തഓട്ടം ഉള്ള ഏതൊരു വ്യക്തിക്കും ആവശ്യമായ ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ സന്ദേശവാഹകരായിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ. കാരണം ഞാൻ അധികം സമയം എൻ്റെ കളയുന്നില്ല. നമ്മുടെ മിനീഷ് സാറിന് സമയം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ പ്ലീസ് വെൽക്കം മിനീഷ് സാർ. Thank you. Good morning all. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. എല്ലാ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി ബയോമാഗ്നറ്റിസം എന്താണ്,
മാഗ്നറ്റിക് തെറാപ്പി ഉണ്ടായിരുന്നോ, ഇതിനെപ്പറ്റി ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ടോ, ഇതിനെപ്പറ്റി ബുക്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയുന്നത് നല്ലതായിരിക്കും. എന്നെ ഈ കേൾക്കുന്നതിൽ കുറെ ആളുകളൊക്കെ എന്തുണ്ടാവും, കൂടുതൽ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ ത്വരയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു ചിന്ത ഒന്ന് ഡൈവേർട്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്ക് സഹായിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്ത് ചെയ്യാണ് ഈ ടോപ്പിക്ക് നമുക്ക് ആരംഭിക്കാം. എന്നെ പരിചയപ്പെടുത്തി എന്റെ സ്ഥലം നഗരയാണ്. ബയോട്ടോറിയ അസോസിയേറ്റ് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷത്തോളം ആവുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലേക്ക് എത്തിച്ചു തന്ന സർവശക്തനും അതേപോലെ എന്റെ അപ്ലൈൻ ലീഡർ പോയത്ത് സാറിനും, ഇപ്പോ നമുക്ക് ഈ ഒരു ബിസിനസ് ഇവിടെ കിട്ടാൻ കാരണമായ നമ്മുടെ MD-ക്കും മനോജ് സാറിനും ഷായ് സാറിനും ബാക്കി എല്ലാ ലീഡേഴ്സിനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇപ്പൊ ഇത് കേൾക്കാതെ പുറത്തിരിക്കുന്ന എന്റെ എല്ലാ അസോസിയേഷനും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് ഷെയർ ചെയ്യാം സ്ക്രീന്. ഒരു സ്ക്രീൻ ഒക്കെ ആണോ? ഓക്കെ. നമ്മളെല്ലാവരും ഒരു മനോജ് സാറിന്റെ ഒരു കൊടക്കീഴാണല്ലോ അല്ലെ, KBC അക്കാദമി ഫോർ എക്സലൻസ് ഇൻ ലീഡർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട്. കാരണം പഠിക്കുക, പിന്നീട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ ഈ മനോജ് സാറിന്റെ ഈ ഒരു KBC എന്ന് പറയുന്ന ഒരു വിങ്ങിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് സയൻസ്, അതേപോലെ ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ഇന്നലെ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മള് എന്താ പറയാ, ഒരു മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതുവരെ ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിസൾട്ടുകളാണ് ഇന്നലെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തത്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പ്രോഗ്രാം ഹാളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇതൊക്കെ പിന്നെ എന്താണ്, തന്നെ ഉണ്ടായി വരുന്ന റിസൾട്ട് ആണോ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പണ്ട് മുതലേ ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറെ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും, നമുക്കും ഉണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വരെ നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടറിഞ്ഞതോ രീതിയിലുള്ള റിസൾട്ടുകളല്ല കേൾക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ പറ്റി പണ്ട് മുതലേ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്കറിയാം, മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ആണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരുപാട് റിസർച്ചുകൾ നടന്ന മേഖലകളിൽ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്തൊക്കെ പ്രോബ്ലംസിന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് തെറാപ്പി എന്ന് പറയാം. അപ്പൊ നമുക്ക് മെഡിസിന് പകരമായിട്ടല്ല, നമുക്ക് ആരോഗ്യം തിരിച്ച് എടുക്കാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ക്യൂർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്ന തെറാപ്പി. അപ്പൊ ഇതിൽ പണ്ട് മുതലേ ഈ പറയുന്ന ലിസ്റ്റിലുള്ള അസുഖങ്ങൾക്കൊക്കെ ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടായിരുന്നു. മസിൽ സോർനസ്, അതേപോലെ ബാക്ക് പെയിന്, മസിലിന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആമവാദം പോലുള്ള അസുഖങ്ങൾ, ഫൈബ്രോമൾജിയ പോലുള്ള ശാരീരികമായ വേദനകൾ, ക്രോണിക് ഫാറ്റിക് സിൻഡ്രം, ഭയങ്കരമായ ക്ഷീണം, കാർപ്പൽ ടണൽ സിൻഡ്രം, മൈഗ്രെയിന്, സ്വെല്ലിങ്, ട്രബിൾ സ്ലീപ്പിംഗ്, ഉറക്കമില്ലാത്തൊരവസ്ഥ, സ്പോർട്സ് ഇഞ്ചറികൾക്കൊക്കെ ജപ്പാനിലൊക്കെ മാഗ്നറ്റിക് തെറാപ്പിയാണ് എല്ലുകളൊക്കെ സെറ്റ് ചെയ്യാനും ജോയിന്റ് ഒക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ കൊടുക്കുന്നത്. അതേപോലെ പാർക്കിൻസൺ ഡിസീസിന്, OCDക്ക്, അങ്ങനെ എപ്പിലെപ്സി, പാരലിസിസ്, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് കാണാൻ പറ്റും. അതിനൊന്ന് പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് ഇതേപോലുള്ള ആളുകളെ കാണുമ്പോൾ ഇത് കൊടുക്കാമോ, ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്നൊക്കെയുള്ള ഒരു സംശയം വരും. അപ്പൊ ആ സമയത്ത് ഈ പിക്ചർ നിങ്ങളെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പിക്ചറൈസ് ചെയ്താണ്. നമുക്ക് എല്ലാ ബാക്ക് പെയിനുകളും, അതേപോലെ കഴുത്ത് വേദന, ഉള്ളം കയ്യിലുണ്ടാകുന്ന വേദനകൾ, കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ ഇവിടുന്ന് വേദന വരുന്ന ഒരു അവസ്ഥയാണ്. മിക്കവാറും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഈ ഫിംഗറിങ് കൊണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്തുണ്ടാവും, അവര് വേദന ഉണ്ടാകാറുണ്ട്. അതൊന്നും ഏത് ഡോക്ടറെ കാണിച്ചാലും മാറ്റിയെടുക്കാൻ പറ്റാറില്ല. മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുകയും റെസ്റ്റ് വേണ്ടി കിട്ടുന്ന സമയത്തൊക്കെ മാറിയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. നമുക്കറിയാവുന്ന ആളുകളുണ്ട്, ഞാൻ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നതല്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയാണ് ഈ ഇരിക്കുന്നതിൽ തന്നെ ഉണ്ടാവും. ഇയർ ബാലൻസിങ് റിസൾട്ട് കിട്ടിയിട്ടായിരുന്നു.
മസിൽ ക്രാംസ്, മസിൽ വേദനയാണെങ്കിലും മസിൽ പിടിച്ചു പോകുന്ന അവസ്ഥയാണെങ്കിലും രാത്രി ഉറങ്ങുമ്പോൾ മസിൽ കയറുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ചും ആ ഒരു കാറ്റഗറി കൂടുതൽ സ്ത്രീകളായിരിക്കും. അതേപോലെ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യൂർ ചെയ്യപ്പെട്ട് നല്ല ഒരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഇടയിൽ തന്നെ നമ്മൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. എയർ ബാലൻസിന് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ റിസൾട്ട് കിട്ടിയ കിടക്കാൻ രാത്രി കിടക്കുന്ന സമയത്ത് തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കാൻ പറ്റാതെ ഒരു കടലിരുമ്പുന്ന പോലെ സൗണ്ട് ഒക്കെ ഉണ്ടായിട്ട് വർഷങ്ങളോടെ ഡിസ്റ്റർബൻസ് എടുക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ കുറച്ചു കൊടുത്ത റിസൾട്ട് ഉണ്ട് അല്ലെ. അതേപോലെ ശരീരം മൊത്തത്തിലുള്ള വേദന, നിങ്ങൾക്ക് പലരെയും നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ 10 വർഷവും 15 വർഷവും ഒക്കെ ബോഡി പെയിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. കാരണം ഒരു ദിവസം കഴുത്തിനാണെങ്കിൽ മറ്റൊരു ദിവസം കൈക്കായിരിക്കും, മറ്റൊരു ദിവസം കാലിനായിരിക്കും, വേറെ പല സ്ഥലങ്ങളിൽ ജോയിന്റ് ആണെങ്കിലും പേശികൾക്കൊക്കെ വേദന വന്ന് അവര് അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വേദന ഉള്ള ആളുകൾ, വേദനയുടെ ഗുളിക ഓടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ പ്രൊഡക്റ്റ് ഒരാഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ എന്തുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രാക്ചർ ആയിട്ടുള്ള വേദനകൾ, അതേപോലെ പൊട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന എല്ല് കൂടാനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് പാഡോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ എനർജി പാഡോ ഒക്കെ ചുറ്റുന്നത് നല്ലതാണ്. അതേപോലെ ഫ്രോസൺ ഷോൾഡർ, അതിനും ഈ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഷോൾഡർ പിടിച്ചു പോവുക അല്ലെങ്കിൽ ഷോൾഡറിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവുക, കറക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവുക, അതിനാണ് ഫ്രോസൺ ഷോൾഡർ നടന്നത്. അതുപോലെ യൂറിക് ആസിഡ് വന്ന് അടിഞ്ഞുകൂടി വേദന ഉണ്ടാകുന്ന അവസ്ഥ മാറിയ ആളുകളുണ്ട്. ഒക്കെ നമുക്ക് ഇന്നലെയൊക്കെ എക്സ്പീരിയൻസിൽ കേട്ടതാണ്. അതേപോലെ രാത്രി കാലത്ത് ഉറക്കമില്ലാത്ത ഇൻസോമിയ പോലുള്ള അസുഖങ്ങൾ, അതേപോലെ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. 2-3 ദിവസമൊക്കെ പിന്നെ ജോലിക്ക് പോവാതെ റൂമിലൊക്കെ ഇരുന്നതിന് ശേഷം സെറ്റ് ആയിട്ടാണ് അവര് ജോലിക്ക് പോകേണ്ടിയിരുന്നത്. ആ ഒരു അവസ്ഥക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മാഗ്നറ്റിക് തെറാപ്പിക്ക് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഈ ട്രാവൽ സിക്നസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. വാഹനങ്ങൾ പോകുമ്പോൾ ഛർദി വരുന്ന ആളുകൾ, അസ്വസ്ഥരാകുന്ന ആളുകളൊക്കെ അറിയാതെ ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ എനർജറ്റിക് ആയി നിൽക്കുന്നത് ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ആ പ്രശ്നമില്ല, ഗുളിക ഓടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അതൊക്കെ ഓൾറെഡി ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അതായത് മുട്ടുവേദന മാറിയത് മുട്ടിന് സർജറി മാറ്റിവെച്ച ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ മെൻസ്ട്രൽ പെയിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു പറഞ്ഞു കൊടുത്താൽ സെയിൽ എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണത്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ് സംബന്ധമായ വയറുവേദന അത് നമ്മുടെ പില്ലോ പേടോ വാട്ടർ എനർജി പേടോ നാവിക്ക് വെച്ച് കൊടുത്ത് മെക്കാനൈസ്ഡ് വാട്ടർ കുടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. മൈഗ്രെയിൻ മാറാൻ വേണ്ടി നമ്മൾ തലയ്ക്ക് കെട്ടുന്ന കൂടെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മൾ കുടലിൽ നടക്കുന്ന ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, മൈഗ്രെയിൻ വരാതിരിക്കാൻ സഹായിക്കും. മൈഗ്രെയിന്റെയും കാരണമായ ബാക്ടീരിയകളൊക്കെ കുടലുണ്ടെന്നാണ്. അതേപോലെ ചില ആളുകള് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ കോവിഡിന് ശേഷമുള്ള ഒരു അവസ്ഥ, ഒരു മാനസികമായിട്ടുള്ള ഒരു ചെറിയൊരു വൈകല്യം പോലെ OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. എന്ന് വെച്ചാല് ചില ആളുകളെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര വൃത്തിയായിരിക്കും, കംപ്ലീറ്റ് ഇടക്കിടക്ക് വൃത്തിയാക്കും. ഇപ്പൊ ഒരു ടേബിൾ വൃത്തിയാക്കി 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർക്ക് സംശയമായിരിക്കും ഇവിടെ വൃത്തിയാക്കിയിട്ടില്ലേ, വീണ്ടും വൃത്തിയാക്കും അല്ലെ. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും ഇടക്കിടക്ക് പോയിട്ട് അയൺ ചെയ്യും. പിന്നെ സംസാരിക്കുന്ന സമയത്തൊക്കെ മറ്റുള്ളവരുടെ എന്ത് ചെയ്യും, ഒരു അബ്നോർമൽ ആയിട്ട് സംസാരിക്കും. അതുവരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് വന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം, സ്ട്രെസ് കൊണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഇത് നല്ല റിസൾട്ട് ആണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹോർമോൺ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രെസ് റിലീസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. സന്ധിവാദ, ആമവാദം, ഇങ്ങനെയുള്ള എല്ലാ വാദസംബന്ധമായ അസുഖങ്ങൾക്കും, അതേപോലെ തന്നെ നെർവസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ കഴുതി പെടക്കുന്ന കാണാറില്ലേ ചിലപ്പോ, ആ ഒരു അവസ്ഥക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താനൊക്കെ ഇതിനെ കൊണ്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ RSI, അതേപോലെ സയാറ്റിക്ക, ഒരു കാലിന് മാത്രം വേദന, ഇടുപ്പിന് താഴോട്ട് അതിശക്തമായ വേദന, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല. ആ ഒരു അസുഖത്തിന് സയാറ്റിക്ക എന്ന് പറയുന്ന ആ നാഡിക്ക് വരുന്ന ഡാമേജോ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന എന്തെങ്കിലും ഡിസോർഡറുകളായിരിക്കും. അപ്പൊ ഇതൊക്കെ ആളുകൾ സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും,
ഡോക്ടേഴ്സ് പറഞ്ഞ കേസ് വരെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് തന്നെ അറിയാം. ഇഷ്ടംപോലെ റിസൾട്ടുകളൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടെന്നീസ് എൽബോ, അതേപോലെ ടെൻഷൻ അല്ലെ, ടെൻഷനുള്ള സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയും കിടന്നുറങ്ങുകയും അത്യാവശ്യം നമ്മൾ റെസ്റ്റ്മെന്റ് ഒക്കെ കിട്ടുന്ന റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ റിലീഫ് മുന്നേ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. യാത്രയിൽ ക്ഷീണം മാറിയെടുക്കാനും ഛർദി മാറിയെടുക്കാനും ഇടയ്ക്കിടയ്ക്ക് പിടലി പിടിച്ചു പോകുന്ന അവസ്ഥക്ക് റിസ്റ്റ്മെന്റ് കഴുത്തിൽ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഈ റിസൾട്ടുകളൊക്കെ പണ്ട് മുതലേ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇതിനു വേണ്ടി തെറാപ്പിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പാക്കേജ് വന്നപ്പോ ഒരു ടോട്ടൽ തെറാപ്യൂട്ടിക്കൽ എഫക്ട് ബോഡി കിട്ടുമ്പോൾ നമുക്ക് തന്നെ അറിയാം. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് ആണ്. ബിപിക്കും ഷുഗറിനും കൊളസ്ട്രോളിനും തൈറോയിഡിനും വരുന്നുണ്ട്, ആശ്വാസം കിട്ടിയ ആളുകളുണ്ട്. ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ആശ്വാസം കിട്ടി 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ച് ഗുളിക ഓടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതല്ല ശരിക്കും നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഒരു 2-2.5 വർഷത്തോളമായിട്ട് ഇതിനൊക്കെയുള്ള മെഡിസിൻ വരെ ഡോക്ടേഴ്സ് നിർത്തിക്കൊടുത്ത ആളുകളുണ്ട് അവരുടെ റിസൾട്ട് കണ്ടിട്ട്. അല്ലാതെ ഇത് ഉപയോഗിച്ചതിനെ കൊണ്ട് മെഡിസിന് പകരമായിട്ട് ഇത് ഉപയോഗിച്ച ആളുകളല്ല നമ്മൾ. അപ്പൊ ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു മേഖലയിലേക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്, അതാണ് നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ ആളുകളുടെ ശരീരത്തിലും കോശങ്ങൾക്ക് ഒരു ചാർജ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ. കാരണം വെച്ചാൽ ഇതെല്ലാം എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോർമൽ നമ്മൾ കുട്ടികളൊക്കെ നല്ല എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, തുള്ളിച്ചാടി കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ സെൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും -30 -35 നിൽക്കും. മൈനസിലാണ് അതിന് പറയാം. നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ അഡൽട്ട് ആവുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാല് -25 ആയിരിക്കും. അതിങ്ങനെ പ്ലസിലേക്ക് പോകുന്തോറും നമ്മൾ എന്ത് ചെയ്യും, ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കോശങ്ങളൊക്കെ മെല്ലെ മെല്ലെ നശിക്കാൻ തുടങ്ങും. നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ അഡിക്ഷൻ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ഈ ഒരു ചാർട്ട് കാണുന്ന പോലെ -15 -10 ഒക്കെ ആകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും. -15 എത്തുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരും. അതിന്റെ പൊളാരിറ്റി മാറി -1 പോസിറ്റീവിലേക്ക് നമ്മുടെ സെൽ വോൾട്ടേജ് പോകുന്ന സമയത്താണ് നമ്മൾ രോഗികളായി മാറുന്നത്. - മാറി പ്ലസ് പോകും. നമ്മുടെ സെല്ലിന്റെ pH ലെവൽ 6.48 ആ ലെവലിലേക്ക് താഴുകയും ക്യാൻസർ രോഗികളായി മാറുകയും ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ അത് -50 പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഒരു സൈക്കിൾ കഴിഞ്ഞ് വരുന്ന എല്ലാ സെല്ലുകളും ഓക്സിജനേറ്റഡ് സെല്ലുകളായിരിക്കും. അതിന് ന്യൂട്രീഷ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ഒരു ഹീലിംഗ് കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടാവും. ഈ ഹീലിംഗ് കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ള അസുഖങ്ങൾ പോലും മാറുന്നതും. ഡിസ്ക് ബൾജ്, ഡിസ്ക് കൊളാപ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വന്ന് കിടന്നുപോയ ആളുകൾക്ക് വീണ്ടും ചലനശേഷി കിട്ടുന്നു. ഇതിനൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഇതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആകാൻ നിൽക്കണ്ട. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കൊരു ധാരണ ഉണ്ടാണ്, നമുക്കൊരു ബോധ്യം ഉണ്ടാണ്. നമ്മളെ തടയുന്ന ആളുകളെടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജെറി ടെനന്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് ആൻഡ് ഹീൽ പ്രൈമറി ബൈ മേക്കിംഗ് ന്യൂ സെൽസ്. ടു മേക്ക് എ ന്യൂ സെൽ റിക്വയർസ് എ വോൾട്ടേജ് ഓഫ് -50 MV, മില്ലി വോൾട്ട് എന്ന് പറയാം, -50 മില്ലി വോൾട്ട്. യു ഡോണ്ട് നീഡ് ഡ്രഗ്സ് ടു ഹീൽ. നമുക്ക് ബോഡിയെ ഹീൽ ചെയ്യാൻ മരുന്നിന്റെ ആവശ്യമില്ല. യു നീഡ് ടു മേക്ക് ന്യൂ സെൽസ് ദാറ്റ് വർക്ക്സ് ടു ഹീൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതശൈലിയൊക്കെ ശരിയായ രീതിയിലാണ്, നമ്മൾ സ്ട്രെസ് ഇല്ലാത്ത ഒരു നല്ല സാത്വികമായ ജീവിത രീതി, നല്ല ഭക്ഷണക്രമങ്ങൾ, നന്നായിട്ട് ഉറങ്ങുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ വോൾട്ടേജ് -50 -40 -35 എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത എന്ത് ചെയ്യും, നമ്മുടെ ബോഡി തന്നെ ചേർക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇതാണ് ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇത് എപ്പോ കുറയുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു തെറാപ്പി എങ്ങനെയാണ് ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കഴിക്കുന്ന സമയത്ത് അതിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അത് പെനിട്രേറ്റ് ചെയ്ത് കയറുന്ന സമയത്ത് ബ്ലഡ് സെല്ലുകളൊക്കെ എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങും അല്ലെ. ടോട്ടൽ തെറാപ്പി എഫക്ട് എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങും. 6-7 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് ഇന്റേണൽ ഓർഗൻസിന്റെ റിപ്പയറിംഗ് നടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ.
അപ്പൊ ആ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇല്ലാതാകുന്ന സമയത്ത് ഓരോ കോശം നശിച്ച് പുതിയത് വരുന്നതോറും എന്ത് ചെയ്യും, അതുകൊണ്ടാണ് ഈ അവസ്ഥ. അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കുടുംബത്തിന്റെ ഇടയിലൊക്കെ നാട്ടിലൊക്കെ ജീവിച്ച് ആരോഗ്യത്തോടെ കൂടി ജീവിച്ച് ഏകദേശം നമ്മൾ മരിക്കുമ്പോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റർ കൊടുക്കാൻ പറ്റും. ഇയാൾക്ക് ഇന്നേ വയസ്സായി, 98 പോകാനായി. അല്ലാതെ മറ്റുള്ളവരിപ്പോ നമ്മളെ സഹായിക്കാൻ എങ്ങനെയാണെന്നൊക്കെ പറ്റിയിട്ടുള്ള ചെറുതായിട്ടുള്ള ഡിസ്കഷൻ, കുറച്ച് സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതാണ് എനിക്ക് രാവിലെ നിങ്ങൾ പറയാനുള്ളത്. ആരും വികസിക്കുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലേ. ഇതിന്റെ ചരിത്രം, ഇതിനെങ്ങനെ ആ പേര് വന്നെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും. ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ഞാനിത് പറയുന്നുള്ളൂ. ഈ കാണുന്ന ഈ പിക്ചറിൽ ഒരു ആട്ടിടയന്റെ ഒരു ഇരുമ്പ് തണ്ട് ഒരു കല്ല് കുടുങ്ങിപ്പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന്റെ പേര് മാഗ്നസ് എന്നായിരുന്നു. അവൻ ഗ്രീക്കിലായിരുന്നു. ഗ്രീക്കിലുള്ള ഒരു ആട്ടിടയനായ മാഗ്നസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തണ്ട് ഒരു കല്ലിലേക്ക് ആകർഷിച്ചപ്പോഴാണ് ആദ്യമായി മാഗ്നറ്റ് എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് അവന്റെ പേര് തന്നെ കൊടുത്താണ്, മാഗ്നസ് എന്ന പേരിൽ നിന്ന് വരുന്ന. ഇതിന് വേറൊരു ക്ലെയിം കൂടി ഉണ്ട്. ആദ്യമായിട്ട് ഈ മാഗ്നറ്റ് കണ്ടത് മഗ്നേഷ്യ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രിയിലായത് കൊണ്ടും ഇതിനാണ്. നമ്മൾ എപ്പോഴും പറയാവുന്നതാണ് ക്ലിയോപാട്ര അല്ലെ, നമുക്കറിയാവുന്നതാണ്. ഈജിപ്തിന്റെ അതിസുന്ദരി എന്ന് പറയുന്നത് അവര് മാഗ്നറ്റിക് ഓർണമെന്റ്സ് ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഓർണമെന്റ്സ് അന്ന് മുതലേ ധരിച്ചിരുന്നു. അവര് അവരുടെ യുദ്ധത്തിൽ എന്താ പറയാ, അപകടം പറ്റിയ അവരുടെ പടയാളികളെ സൂക്ഷിക്കാൻ മാഗ്നറ്റ് കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബയോ മാഗ്നറ്റ് അല്ലെങ്കിൽ നേച്ചുറൽ മാഗ്നറ്റ്, മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ഇതിന് കുറെ ഡൈവേഴ്സിഫിക്കേഷൻ വേറെ ഉണ്ട്, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഭൂമിയാണ് ഏറ്റവും വലിയ മാഗ്നറ്റ് അല്ലെ. ഏറ്റവും വലിയ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റിക് പവർ കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂലകമാണ് നിയോഡിയം എന്ന് പറയുന്നത്. ആ നിയോഡിയം എന്ന് പറയുന്ന മൂലകം ഉപയോഗിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൂമിയുടെ എന്താ പറയാ ഔട്ടർ കോറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം നമ്മുടെ ഉപരിതലത്തിൽ നിന്നും 2890 5000 കിലോമീറ്റർ താഴെയായിട്ട് ഒരു നിക്കൽ കൊബാൾട്ട് അല്ലെ സീ, ഒരു കടൽ തന്നെയുണ്ട് തിളച്ചു മറിയുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഭൂമിക്ക് മാഗ്നറ്റിക് എനർജി കിട്ടിയതെന്നൊക്കെ നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റ് ഞാനിപ്പോ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മാഗ്നറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നാസ അവരുടെ ഓസ്ട്രോണറ്റ് എന്ത് ചെയ്യുന്നു, അവരുടെ മസ്കുലർ ടോണ് സെറ്റ് ചെയ്യാനും അവരുടെ ഹെൽത്ത് കറക്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. അതേപോലെ തന്നെ ഇതെന്താ വെച്ചാൽ മെഷീൻസിൽ അവര് സ്പേസിലേക്ക് പോകുന്ന മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, MRI മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ് സിസ്റ്റത്തില്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റില്, സയന്റിഫിക് ഇൻസ്ട്രുമെന്റില്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ആണെങ്കിലും ഇയർഫോൺ ആണെങ്കിലും എല്ലാത്തിനും മാഗ്നറ്റിന്റെ എന്തുണ്ട്, ഉപയോഗം ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ മാഗ്നറ്റ് എന്താണ്, മാഗ്നറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിനൊക്കെ സ്ക്രീൻഷോട്ട് ആവശ്യമുള്ള ആൾക്കാർ എടുത്തു വെച്ചോ. ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. ഇതൊക്കെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള പഠനമാണ് പറയുന്നത്. ഇതിനെ പറ്റിയുള്ള വലിയ വലിയ സെമിനാറുകൾ നമ്മളിങ്ങനെ പറയില്ലേ, ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ അവിടെയുള്ള ഏറ്റവും അതിപ്രശസ്തരായ സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ അടങ്ങുന്ന പാനൽ ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ വർഷവും ഗവേഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തി പബ്ലിഷ് ചെയ്യുന്നത്. അതിലൊരു ഗവേഷണത്തിന്റെ ഒരു സെമിനാറിന്റെ ഫോട്ടോ ആണ്. ബയോമാഗ് സെഷൻ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കുറെ പബ്ലിക്കേഷൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇത് അലീഷ മുപ്പ നമുക്കെല്ലാം അറിയാം, ആസ്റ്റർ മെഡിസിറ്റിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ്. അവര് ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ടാണ്, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദ പവർ ഓഫ് പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി. ഇനി വരാൻ പോകുന്ന ഒരു ചികിത്സാ രീതിയിൽ വേദനകളെ മാറ്റിയെടുക്കാനും ഡിസോർഡറുകളെ മാറ്റിയെടുക്കാനും എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് തെറാപ്പി സഹായകരമാകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രബന്ധമുണ്ട്. അപ്പോ ഇത് നമ്മുടെ ഈ നാച്ചുറൽ ബയോമാഗ്നറ്റിക് തെറാപ്പി അല്ല, അത് കൺഫ്യൂഷൻ ആവരുത്. അത് പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിയാണ്. പക്ഷെ അതൊരു ടെമ്പററി റിലീഫ് ആയിരിക്കും. അതിന് അവർ ലക്ഷങ്ങൾ പൈസ പോകും. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, നമ്മളിവിടെ ഒരു 10,000 രൂപയുടെ സാധനം കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപക്ക് മൂല്യം കൊടുക്കുന്ന സമയത്ത്
നിങ്ങളുടെ കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. മിംസിലാണെങ്കിലും അസ്റ്ററിലാണെങ്കിലും മറ്റുള്ള വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിലും ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ കാലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജപ്പാന്റെ ഒക്കെ മെഷീൻ വെച്ചുകൊണ്ട് മാഗ്നറ്റിക് തെറാപ്പി കൊടുത്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് റിട്ടേൺ വരുന്നുണ്ട്. അതേ സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രവർത്തനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മൾ ഇത് കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് എക്സ്പെൻസീവ് ആയിരിക്കും, മറ്റൊന്ന് ഫ്രീ ആണ് ടോട്ടലി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സുകൾ ഒരുപാടുണ്ട്. ഡിപ്ലോമ എടുക്കുക, മാസ്റ്റർ ഡിപ്ലോമ എടുക്കുക. അതേപോലെ MSME മന്ത്രാലയത്തിന്റെ ഒരു പ്രോഗ്രാം നടന്നതാണിത് നാഗ്പൂർ വെച്ചിട്ട്. അന്ന് അവിടെ അതിന്റെ മെയിൻ ടോപ്പിക് അഡ്വാൻസ്ഡ് നാച്ചുറൽ ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്. അന്ന് അവിടെ വിശിഷ്ട വ്യക്തിയായിട്ട് പോയിരിക്കുന്നത് നമ്മുടെ സാഗർ ജോഷി സാറാണ്. അപ്പൊ ഇതിന് ഇവിടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഈ കമ്പനിയുടെ പ്രോഗ്രാംസുകളും സെമിനാറുകളും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തുണ്ട്, നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള അവസരമുണ്ട്. പ്രഗ്യ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമ്മുടെ അക്യുപങ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പവർ ഇതിന്റെ പഴയകാല ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ചൈന, ഈജിപ്ത്, അതേപോലെ തന്നെ കാൽഡിൻസ്, അറേബ്യൻസ്, ഗ്രീക്സ്, റോമൻസ്, അതേപോലെ ഇന്ത്യക്കാർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ, ഏകദേശം 2000-2500 വർഷം മുന്നേ എന്തുണ്ട്, ഒരു ഹീലിംഗിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 1976 the newest magnetic therapy was introduced to the Western world during the first international conference on biomagnetism, which was held in Boston, USA in 1976. 1976 ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്, സയൻസ് ഏറ്റെടുത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 1976 ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ മാഗ്നറ്റിക് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് 50% കൂടുതൽ വിളവ് ലഭിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള പഠനം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. അതിന്റെ ന്യൂസ് കട്ടിങ്സ് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അത് നമ്മൾ പറയുന്ന പോലെ തന്നെ സെല്ലിന് ഡാമേജ് ഇല്ലാതിരിക്കാനും സെല്ലിന്റെ ആരോഗ്യത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവ് സിസ്റ്റം, അതേപോലെ ബ്ലഡ് റിലേറ്റഡ് ഡിസീസുകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ബ്ലോക്കിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ, ഹാർട്ട് ബ്ലോക്കിനെ തടയാനൊക്കെ ഇതിന് പറ്റും എന്നുള്ളത് പണ്ട് മുതലേ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഒരു പഴയ 1976 മുന്നേ ഉള്ള ഒരു ബുക്ക് എന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 350 BC ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിനെ കുറിച്ചിട്ട്. ഈ ചൈനീസ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് BC 200 മുതലേ അതിനെ പറ്റിയിട്ട് അവരുടെ ഒരു ബുക്ക് ഉണ്ട്, എംപയർ ഓഫ് എലോ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 16ാം സെഞ്ചുറിയിൽ ക്യൂൻ എലിസബത്തിന്റെ ഡോക്ടർ എന്തിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാഗ്നറ്റ് കൊണ്ട് എന്തിട്ടുണ്ട് തെറാപ്പി ചെയ്തിട്ടുണ്ട് പേഷ്യൻസിന്. അതും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതേപോലെ ഗ്രീക്കും റോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗോസ് പവറിലാണ്. ആ ഗോസ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 300-700 റേഞ്ച് ഗോസ് പവർ ഉള്ളതൊക്കെ ലോ ഗോസ് പവറും, 800 മുതൽ 2500 വരെ മിഡിൽ ഗോസ് പവറും, അതേ മീഡിയം ഗോസ് പവർ എന്ന് പറയും. 2500 മുകളിലോട്ടുള്ളത് ഹൈ ഗോസ് പവർ എന്നാണ്. ഒരു 5000 മുകളിലോട്ടുള്ള ഗോസ് പവർ കുറേ കൂടി ശക്തമായിരിക്കും. അത് നമുക്ക് മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ 3000 to 5000 ആണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മാഗ്നറ്റിന്റെ ഗോസ് പവർ. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും മിറാക്കിൾ റിസൾട്ട്. അത് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉള്ളിലുള്ള നിയോഡിയമം ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കില്ല, അതിന് നശിച്ചു പോകും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷൻ ഓൾറെഡി നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്. അത് കണ്ടിട്ട് വേറെ ആൾക്കാർ കടക്കുകയും തലയണം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറ്റുള്ള പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ട് ഇല്ലാത്തത്. ഇവിടെ ആമസോണിൽ വാങ്ങുമ്പോൾ 4000-നും 5000-നും 2500-നും പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ കുറെ കമ്പനികൾ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ട് അവരുടേതായ പേരിട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്ന ആളുകളെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്. അപ്പൊ അത് ഒരിക്കലും കമ്പനി പുറത്തേക്ക് വിടില്ല. പക്ഷെ റിലീഫ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടോ അല്ലെങ്കിൽ ലോകത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക. ആർക്കൊക്കെ റിലീഫ് കിട്ടിയിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബയോട്ടോറിയം ഉപയോഗിച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ടോ
എന്നുള്ളത് നോക്കാൻ പറയാം. എന്നിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ മാർക്കറ്റിൽ 3 കമ്പനികൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. 5-6 കമ്പനികൾ മുന്നേ വന്നിട്ടുണ്ട്. ആരുടെയും അമൂലിന്റെ പരസ്യം പോലെ ഒരു പൊടി പോലും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ ഉള്ളതിന്റെ പൊടി 6 മാസം കഴിയുമ്പോൾ കാണുകയില്ല. അപ്പൊ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആളുകൾക്ക്. ഇത് ഈസിയാണ്. എനിക്കും നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ട്രേഡ് ഇന്ത്യയിലോ അല്ലെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഈവൻ ആലിബാബ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. നമുക്ക് വേണ്ട രീതിയിൽ അവർ ഉണ്ടാക്കി തരും. പക്ഷെ അതും ഈബായിട്ടും തമ്മിൽ വ്യത്യാസമുള്ളത് എന്താ വെച്ചാല്, നമ്മുടെ പേറ്റന്റ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ജീവിക്കാൻ പറ്റില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രൊഡക്റ്റിന് എല്ലാ കൺസെപ്റ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏതൊക്കെ ആൾക്കാർക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റ്. ബിസിനസ് ഒക്കെ സെക്കൻഡറി. അത് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പൊ ഇതിന് രണ്ടാമതൊരു പഠനം വരുന്നത്, ഇതിന്റെ യൂണിറ്റിന് ഒരു മാറ്റം വരുന്നത്, നിക്കോള ടെസ്ല എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇതിന്റെ പവർ ഒന്നുകൂടി എന്ത് ചെയ്തു, ഇതിനെ പറ്റി പഠിച്ചപ്പോ ആ ഒരു പവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു, ടെസ്ല എന്ന് പേര് കൊടുത്തു. ഒരു ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഗോസ് പവർ ആണ്. നിങ്ങൾ കാണാൻ പറ്റും, മാഗ്നറ്റിന്റെ പലതിന്റെ ടീന്ന് കാണാൻ പറ്റും. അപ്പൊ അത് ടെസ്ല എന്നാണ് അതിനെ സൂചിപ്പിക്കുക. ഗോസ് പവറിന് ജി എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ 10,000 ഗോസ് പവർ ആണ് ഒരു ടെസ്ല എന്ന് പറയുന്നത്. ഇപ്പൊ നാസയുടെ ഒക്കെ സൈറ്റിലൊക്കെ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടെസ്ലയിലായിരിക്കും എന്തുണ്ടാവുക, ഇതിന്റെ പവർ ഒക്കെ കാണിച്ചിട്ടുണ്ടാവുക. ഇതിന്റെ ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംബർ ക്ലാസിക് ഓഫ് ഇന്റേണൽ മെഡിസിൻ എന്ന് പറയുന്ന ബുക്കിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അക്യുപങ്ചറിന്റെ ഭാഗമായി അവര് മാഗ്നറ്റിക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് 3000 വർഷം മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പറ്റിയുള്ള കുറച്ച് എന്താ പറയാ, ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ആർക്ക് ബുക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് മനോജാറെടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. മാഗ്നറ്റിക്സിന്റെ ഡിസ്കവറി പുരാതന കാലത്ത് ഇതിൽ പറയുന്നത് വെച്ചാൽ ആയുർവേദിക് അഥർവവേദത്തിൽ എന്തുന്നുണ്ട്, ഒരുപാട് ശ്ലോകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മണ്ണ് കൊണ്ടും കല്ല് കൊണ്ടും വെള്ളം കൊണ്ടൊക്കെ മനുഷ്യനെ ഹീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അത് ഗ്രന്ഥങ്ങൾ. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്, ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ കണ്ട് ഞാൻ നേരത്തെ സംസാരിച്ചോളൂ. അതാണ് ഈ മുകളിൽ കാണുന്നത്. താഴെ കാണുന്നത് ദ ഫേമസ് ആൽക്കമിസ്റ്റ്, ഫിസിഷ്യൻ, അതേപോലെ ഫിലോസഫർ എന്തുണ്ട്, പരാസലസ് ഈ ഇതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1540 1600 കാൽ AD എന്നിരിക്കുന്നുണ്ട്. വില്യം ഗിൽബർട്ട് എന്നിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. UN എലിസബത്തിന്റെ അത് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 1600 AD ദി മാഗ്നറ്റ് എന്ന ഒരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗലീലിയോ 1564 1642 കാലഘട്ടത്തിൽ മാഗ്നറ്റിസത്തെ കുറിച്ച് അതിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ കുറിച്ച് മൈക്കൽ ഫാരഡേ ചെയ്തിട്ടുണ്ട് ഈ മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയും ബുക്സുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഈ താഴെ കാണുന്ന ഓരോ ആളുകളും ഓരോ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി പഠിച്ചതിനെ പറ്റി എഴുതിയാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തില് ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി എങ്ങനെ ബാക്കി എന്നുള്ള അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ ബോഡിയെ തന്നെ 4 പാർട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ അരക്ക് മുകളിലുള്ള ഭാഗം, അരക്ക് താഴെയുള്ള ഭാഗം, ഇടത് ഭാഗം, വലത് ഭാഗം, ഫ്രണ്ട്, ബാക്ക്, ഇതൊക്കെ നോർത്ത് സൗത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ഒന്ന് പരിപോഷിപ്പിക്കുകയാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്ന കുറെ റിസൾട്ടുകൾ ഈ കാണുന്നതൊക്കെ പല യൂണിവേഴ്സിറ്റിയിലും പല സ്കൂളുകളിലും നടന്ന റിസൾട്ടുകളാണ്. വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിലും ഇലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലും മറ്റുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോളജിക്കൽ സയൻസ്, നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, എവിടെയൊക്കെ അമേരിക്കയിൽ നടന്ന പഠനങ്ങളാണിത്. അതേപോലെ തന്നെ റഷ്യയിൽ നടന്ന പഠനങ്ങളാണ് ഈ അടുത്ത് കാണുന്നത്. വലതുഭാഗത്ത് കാണുന്നത് ജപ്പാനിൽ നടന്ന പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെയാണ്. എഫക്ട് ഓൺ മാഗ്നറ്റിസം ഓൺ പ്ലാന്റ് ലൈഫ് എന്ന് പറഞ്ഞത് 1862 എന്ത് ചെയ്തിട്ടുണ്ട്, ലൂയിസ് പാസ്റ്റർ എന്തിട്ടുണ്ട് ചെടികളിൽ മാഗ്നറ്റിസം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് എന്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. 1960 റഷ്യൻ സയന്റിസ്റ്റ് ഇതിനെ പറ്റിയിട്ട് പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ ലോകത്തിന്റെ പല രാജ്യത്തും നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ക്ലിനിക്കൽ റിപ്പോർട്ട് ഫ്രം ഫോറിൻ കൺട്രീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ബുക്സ് ഒക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ
ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിനെ പറ്റിയുള്ള ഒരുപാട് ബുക്സുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ സാമുവൽ ഹനുമാൻ 1755 1743 വരെ ഉണ്ടായിരുന്ന സാമുവൽ ഹനുമാൻ നമുക്കറിയാം, ഹോമിയോപ്പതിയുടെ പിതാവ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ട് മാഗ്നറ്റിസത്തെ കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ബുക്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു തെറാപ്പി സിസ്റ്റത്തെ കുറിച്ചൊക്കെ. റിപ്പോർട്ട് ഫ്രം സം കമ്പനീസ് ഓഫ് ജപ്പാൻ എന്നുള്ള കമ്പനികളിൽ നിന്ന് ഒരുപാട് റിസൾട്ടുകളുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള പല കമ്പനികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ കാണുന്ന സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിൽ ഓരോ ഡോക്ടേഴ്സിന്റെ പേരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ കെ ഇ മെക്നൻ ന്യൂയോർക്ക്, ഡോക്ടർ എം ഓഫ് ബർണോട്ട് ബി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സ് USA. അപ്പൊ അമേരിക്കയിൽ നമ്മുടെ MD ഇതിന്റെ ഡോക്ടറേറ്റ് എടുത്തത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെക്കാട്ട് കൂടുതൽ എന്തുണ്ട് പഠനങ്ങളും അതേപോലെ തന്നെ ക്ലിനിക്കൽ കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1954 നോബൽ സമ്മാനം നമ്മളെപ്പോഴും പറയുന്നതാണ്. ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ലീനസ് കാർപോളിങ്ങിന് ഈ മാഗ്നറ്റിക് എനർജി നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ അയണും തമ്മിലുള്ള ഒരു പുഷ് പുൾ ആക്ഷൻ, അത് ദൈവം എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്ഷനിലാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നുള്ള ഒരു പഠനമാണ്. അപ്പൊ അത് എഫക്റ്റീവ് എന്നുള്ള പഠനത്തിനാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് കെമിസ്ട്രിയിൽ 1954 നോബൽ സമ്മാനം കിട്ടിയത്. ഇനി ഇത് കറക്റ്റ് ആക്കുമോ എന്നുള്ളത് എവിടെയെങ്കിലും പഠനമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് നമുക്ക് ഇതിങ്ങനെ അതിസൂക്ഷ്മ രക്തങ്ങളിലൂടെ ഇങ്ങനെ പോകാൻ സഹായിക്കും എന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് തോമസ് കലക്ക്, പ്രൊഫസർ ഓഫ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ. അവിടെ ഒരു പഠനം നടത്തി അവർ ഏകദേശം 8,70,000 പൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അതിസൂക്ഷ്മ രക്തക്കുഴലിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കും എന്നുള്ള പഠനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2002 എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാഫ്ലിംഗ്, ജർമ്മനിയിലാണ് തോന്നുന്നു ഗ്രാഫ്ലിംഗ്. അപ്പോ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ റെസ്റ്റുവന്റ് കൈ കെട്ടുന്നില്ല നമ്മള്. അപ്പൊ പറയുന്നില്ലേ നമ്മുടെ BP നോർമൽ ആവുന്നു, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു പറയുന്നത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടന്ന് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനും കൂട്ടം കൂടി നിൽക്കുന്ന സെല്ലുകൾ എന്ത് ചെയ്യും, ഇതേപോലെ രണ്ടാമത്തെ പിക്ചർ കാണുന്ന പോലെ എന്ത് ചെയ്യും, അതിനെ വിഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ വിഘടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സെല്ലിന്റെ ഉള്ളിലാണ് വേറൊരു സെല്ല്, ഇതൊരു ഡിസ്കസ് ത്രോ ചെയ്യുന്ന ആ ഇതില്ലേ, ആ ഡിസ്കിന്റെ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ബ്ലഡ് സെൽ. അപ്പൊ അതിങ്ങനെ മാറി 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 പോകുന്ന സമയത്ത് അതിന്റെ ഇടയിലൂടെയാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, കരിയുന്നത്. അപ്പൊ അത്രയും പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുമ്പോൾ അതിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു റിസ്റ്റ് ബാൻഡ് കൈ കെട്ടുമ്പോൾ സഹായിക്കും. അതിന്റെ പിക്ചറാണിത്, അവരത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പിക്ചർ. ഇടത് ഭാഗത്തുള്ളത് കൂടിച്ചേർന്ന് നിൽക്കുന്നത്, ഫ്ലോട്ടായി നിൽക്കുന്നതും വലത് ഭാഗത്ത് വളരെ ഫ്രീ ആയിട്ട് ചലിക്കുന്നതായിട്ടുള്ള പിക്ചറാണ്. അതേപോലെ ജപ്പാനിൽ നടന്ന പഠനമാണ്. 10,000-ഓളം ആളുകളിലെ ഡോക്ടർ കോയിഷി നക്കവ എന്ന് പറയുന്ന ഇസൂസു ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ നടത്തിയ ഒരു പഠനം. അത് ഒരാളിലും രണ്ടാളിലല്ല, 10,000 ആളുകളില്. എന്തിനാണെന്ന് വെച്ചാൽ ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, നെക്ക് പെയിന്, ചെസ്റ്റ് പെയിന്, മൈഗ്രെയിന്, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ഇൻസോംനിയ, ടയർഡ്നെസ്, ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തെറാപ്പി കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ജപ്പാനിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സും ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അവർ മാഗ്നറ്റിക് ഓർണമെന്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും, അവരെപ്പോഴും ഹെൽത്തി ആയിരിക്കുന്നതാണ്. ഈ പഠനങ്ങൾ 1986 നടന്ന പഠനമാണ്. ബാക്ക് പെയിൻ മാറ്റിയെടുക്കാൻ വേണ്ടി 80ഓളം പേഷ്യൻസിൽ നടന്ന ക്ലിനിക്കൽ ട്രയലാണ്. അതിൽ 90% റിക്കവറിയാണ്. താഴെ കാണുന്ന 2003 മുതൽ 2006 വരെ ഇംഗ്ലണ്ടിലുള്ള ഡോക്ടർ HC പെട്രാഡോറിംഗ് എന്ന് പറയുന്ന ഡോക്ടർ 5000-ഓളം ആളുകളിൽ മൈഗ്രെയിനും അതേപോലെ തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ച അതിന്റെ പഠനം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 വാദസംബന്ധമായ വേദനകൾ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത് ഓൾറെഡി ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2008 മലേറിയ വന്ന ആളുകൾക്ക് വേദന സഹിക്കാൻ പറ്റാത്ത സമയത്ത് മാഗ്നറ്റിക് തെറാപ്പി കൊടുത്തപ്പോൾ വേദനക്ക് ആശ്വാസം കിട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2009 അതേപോലെ തന്നെ ഫിസിഷ്യൻസ് ഫ്രം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മാഗ്നറ്റിക്സിനെ കുറിച്ച് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ഓരോ സമയത്തും നടന്ന കുറെ റിസർച്ചുകളൊക്കെയാണ്. 2011 നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെങ്ങനെ ഹാർട്ട് അറ്റാക്കിനെയും ബ്ലോക്കിനെയും വരെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, 2011 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസർ, ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിലിന്റെ ഡെൻസിറ്റിയും അതിന്റെ പ്രവർത്തനക്ഷമതയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഈ ഒരു സയന്റിസ്റ്റ്, മാഗ്നറ്റിക് എനർജിയിൽ 1 മിനിറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡിന്റെ സാന്ദ്രത 20% മുതൽ 30% വരെ കുറക്കാൻ പറ്റുന്ന 2011 ജൂലൈയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2011 ശേഷം 2019 20 കോവിഡ് വന്നതിന് ശേഷം 2021 അദ്ദേഹത്തിന്റെ അടുത്ത പ്രബന്ധം പബ്ലിഷ് ചെയ്തു. ലോകം നേരിടാൻ പോകുന്ന ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമാണ് കോവിഡിന് ശേഷം. അതിന് കാരണം എന്ന് പറയുന്നത് ബ്ലഡ് വിസ്കോസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതാണ്. അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി എന്ന് അവർ പറയും. മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിക്ക് സാധിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിയാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാട്ടർ എൻജി പേഡും വെസ്റ്റ് ബാൻഡും, നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റസ്പേഡും പില്ലോ പേഡും. നമ്മൾ ആ ഫീൽഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ഇത് 24 മണിക്കൂറും കിട്ടിക്കോ എന്ന് പറയുന്നത്, ഇത് അത്രയും നമ്മുടെ ലൈഫിന് അന്ത്യം പറ്റും സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. അങ്ങനെ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ബ്രോഷറിൽ എപ്പോഴും കാണാം, ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പേരിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങൾ ഈ ബ്രോഷർ എടുത്ത് നോക്കിയാൽ മതി. റെഫറൻസ് എന്ന് കൊടുത്തിട്ട് NIH നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ. ഈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്, ഈ അഡ്രസ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ആ അഡ്രസ്സിൽ കയറി കഴിഞ്ഞാൽ 10,000-കണക്കിന് റിസർച്ചുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പല്ല് പൊട്ടിപ്പോകുന്നു, പല്ലിന്റെ മഞ്ഞ കളറാവുന്നതിന് വരെ മാഗ്നറ്റിക് വാട്ടർ കൊണ്ട് കവടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനുഷ്യരെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല തരത്തിൽ മുതൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എല്ലാ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ബുക്സുകൾ വായിക്കാനുള്ള അവസരങ്ങളുണ്ട്. പുതിയ കുറച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഗ്നറ്റോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാന്തിക ക്ഷേത്രത്തെ കുറിച്ചുള്ള പഠനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റോ എൻസിഫലോഗ്രാം എന്ന് പറയുന്ന മനുഷ്യന്റെ ബ്രെയിനിന്റെ കാന്തിക ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ഏറ്റവും ഉദാത്തമായ രീതിയിൽ മെഡിക്കൽ രംഗത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാഗ്നറ്റിക് ഹൈപ്പർതെർമിയ എന്ന് പറയുന്ന ക്യാൻസർ സെല്ലുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഠനം മാഗ്നറ്റായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അത് ഓൾറെഡി എലികളിലും മനുഷ്യരിലും ഒക്കെ പരീക്ഷണം നടത്തി വിജയിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞുള്ളതാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് പെയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി പണ്ട് കാലം മുതലേ നടക്കുന്നുണ്ട്, അമേരിക്കയിലും അതേപോലെ തന്നെ മലേഷ്യയിലും ഒക്കെ. ഇത് മലേഷ്യയിലുള്ള ഒരു മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെ എന്തുണ്ട്, പല US ഫിസിഷ്യന്മാരും അക്യുപങ്ചറിസ്റ്റുകളും പരിചിതമല്ലെങ്കിലും കഴിഞ്ഞ 30 വർഷമായി മെക്സിക്കോ, ഇക്വഡോർ, സ്പെയിൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരിൽ 30,000-ലധികം പ്രാക്ടീഷണർമാരെ BPT പഠിപ്പിച്ചു. BPT എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതാണ് ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി. അത് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കോളേജുകൾ അംഗീകരിച്ച് ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ വിഷയമാണ് BPT. ഇവിടെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചു എന്ന് പറയുന്ന പോലെ അവിടെയും ഇത് അംഗീകരിച്ചാണ്. ഇത് നാസയാണ് രണ്ടാമത് എന്ത് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ വേദനക്ക് ഉപയോഗിച്ചിരുന്ന സാധനം നാസ എന്ത് ചെയ്തു, പിന്നീട് അവരുടെ റെസ്റ്റോറന്റുകൾക്ക് യൂസ് ചെയ്യാനൊക്കെ കൊടുത്തപ്പോ എന്ത് ചെയ്തു, ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. നാസ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള എന്താ തെളിവുണ്ടോന്നിരിക്കും ആളുകൾ, അതും ചോദിക്കാമല്ലോ നമ്മളോട്. അപ്പൊ അതിനുള്ള തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ചാൽ നാസയിലുള്ള ഡോക്ടർ റോറിംഗ് മേയർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ 1961 അവർ പോയി വന്ന സമയത്ത് അവരുടെ ഒരു കാലിന്റെ നീളം കൂടുതലും അവർക്ക് മസിൽ ടോണ് പ്രശ്നങ്ങളായ സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുത്ത ഡോക്ടറുടെ പേരാണ് ഡോക്ടർ ബോറിംഗ് മേയർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിനുശേഷം ചെയ്തു, അവരതിനെ പറ്റി പഠിച്ച് പിന്നീടുള്ള അവരുടെ സൂട്ടിലൊക്കെ നിയോഡിയം മാഗ്നറ്റ് ഫിറ്റ് ചെയ്തു. ഇവർക്ക് നിയോഡിയം മാഗ്നറ്റ് സപ്ലൈ ചെയ്യുന്ന ഇപ്പോഴുള്ള കമ്പനീന്റെ പേര് ഒരു ഇംഗ്ലീഷ് കമ്പനിയാണ്. അതിന്റെ പേര് ബണ്ടിങ് എന്നാണ്.
ഇതാണ് നാസയുടെ ആസ്ഥാനം. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത സാധനമായിരുന്നു. അപ്പൊ അവരെ മുകളിൽ ഇരിക്കുന്നു. ബണ്ടിങ് ഈസ് ത്രില്ഡ് ടു ഹാവ് ബീൻ സെലക്ടഡ് as the supplier of high specification grain boundary diffused in neodymium iron boron magnet for a NASA project. നാസക്ക് വേണ്ടി അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നാസ ഇതിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവരിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെച്ചാല് സ്പേസിൽ വെച്ചുകൊണ്ട് ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നിയോഡിയം മാഗ്നറ്റ് കൊണ്ട് സാധിക്കുന്ന പഠനം വരെ ഇപ്പോൾ ഓൾറെഡി അവർ നടത്തി കഴിഞ്ഞു. അപ്പൊ നമ്മൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 10 വർഷം കഴിയണം നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാണെങ്കിൽ. ജപ്പാനിലൊക്കെ വാദസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പി മാഗ്നറ്റിക് തെറാപ്പിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആമവാദത്തിനും സന്ധിവാദത്തിനും ഒക്കെ റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ മാഗ്നറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നാച്ചുറൽ മാഗ്നറ്റ് ആണ്, നിയോഡിയമാണ് മാഗ്നറ്റ് എന്നൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഇതൊക്കെ നമുക്കറിയാം 5000 ഗോസ് പവർ വരെ ഉള്ളത് നമ്മുടെ കമ്പനിയുടെ സൈറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. മാഗ്നറ്റ് ഹാസ് അപ് ടു 5000 ഗോസ് പവർ, അല്ലാണ്ട് എബോവ് 5000 എന്നല്ല അവിടെ പറയുന്നത്. അപ്പൊ 5000 വരെയാണ് മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യകരമായ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളുടെയും എന്താ പറയാ പുനർജനനം എന്ന് പറയാ, അതിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാഗ്നറ്റിസം കൂടി ചെയ്തിരും. ഇത് എപ്പോഴാണ് നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. സമയമുള്ളത് കുറവായിട്ടാണ് ഞങ്ങൾ സ്പീഡ് പോകുന്നത്, സോറി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്ന് മുതൽ നമ്മൾ ഇങ്ങനെ ഇരുമ്പിന്റെ കൂടാരങ്ങളിലേക്ക് മാറി വലിയ വലിയ മാളുകളും ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെ വന്നു, അതിപ്രസരം വന്നു, വാഹനങ്ങളിലേക്ക് യാത്ര മാറ്റി, അതേപോലെ ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് ലൈനുകളും മറ്റുള്ള ടവറുകളും വന്നു, കമ്പ്യൂട്ടറുകൾ വന്നു, റേഡിയോ വന്നു, ടെലിവിഷൻ വന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിസത്തിനെ എന്ത് ചെയ്യും, കുറക്കുന്നതാണ്. അതാണ് നമുക്ക് ഇതിന്റെ പ്രോപ്പറായിട്ട് മാഗ്നറ്റിക് എനർജി കിട്ടാതിരുന്നത്. മാഗ്നറ്റിക് എനർജി പ്രോപ്പറായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും നമുക്ക് ഈ പ്രൊഡക്ഷനൊന്നും ആവശ്യമില്ല എന്നല്ല. അപ്പൊ മാഗ്നറ്റിക് ഡെഫിഷ്യൻസീസ് ഉണ്ടെന്ന് പറയും, നമുക്ക് അസുഖം വരുന്നതിന്റെ മൂല കാരണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ പറയുന്നത് ഇത് ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ്. ലാക്ക് ഓഫ് മാഗ്നറ്റിസം മേ കോസ് സ്ട്രെസ്, മെന്റൽ ഡിസോർഡർ, ഹെഡേക്ക്, ആർത്രൈറ്റിസ്, മസിൽ പെയിൻ, ക്രോണിക് ഫാറ്റിക്, അലർജി, ഇൻസോംനിയ, ഇൻഫ്ലമേഷൻ, ബൗൾ ഡിസോർഡർ ആൻഡ് മെനി മോർ ഡീജനറേറ്റീവ് ഡിസീസ് അഫ്ലിക്റ്റിംഗ് പീപ്പിൾ ടുഡേ. പറഞ്ഞിരിക്കുന്നത് കെൻ വിയാങ്കോ എന്ന് പറയുന്ന ഒരു MD ഡോക്ടറാണ്. കാരണം അവിടെ അത് പഠനമാണെന്നുള്ളതാണ്. താഴെ കാണുന്നത് ഇൻ മാൻ സെർച്ച് ഫോർ ദ യൂണിവേഴ്സൽ റോൾ നൺ ഫിറ്റ്സ് ദ ഡിസ്ക്രിപ്ഷൻ നിയർലി ആസ് വെൽ ആസ് മാഗ്നറ്റിക് എനർജി ഫീൽഡ്. മനുഷ്യൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ക്യൂർ ചെയ്യാൻ പറ്റുന്ന, എല്ലാത്തിനെയും അസുഖങ്ങളെ ഡിസോർഡറെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണെന്നുള്ളതാണ്. അതും പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കില് ബാർബറ ഗോർഡോൺ എന്ന് പറയുന്ന മാഗ്നറ്റിക് തെറാപ്പിസ്റ്റാണ്. അപ്പൊ ഇതൊക്കെ പല പല മേഖലകളിലുള്ള ആളുകൾ, ഇതിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകളുടെ കോട്ടുകളാണ്. അതുപോലെ ബെനിഫിറ്റ് പെയിൻ റിലീഫ് നമുക്കറിയാം. 90% പീപ്പിൾ എക്സ്പീരിയൻസ്ഡ് പെയിൻ റിലീഫ് വെൻ മാഗ്നറ്റ് തെറാപ്പി ഓഫ് ദ കറന്റ് സ്ട്രെങ്ത് ആൻഡ് പൊളാരിറ്റീസ് അപ്ലൈഡ്. മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിച്ചപ്പോ എന്ത് ചെയ്തു, എൻഡോർഫിൻ, ബീറ്റ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോഡിയിൽ നേച്ചുറൽ ആയിട്ടുള്ള പെയിൻ കില്ലർ വർക്ക് ചെയ്യുന്നില്ല. അതാണ് അവിടെ നടക്കുന്നത്. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ മാഗ്നറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പെയിൻ കില്ലർ വർക്ക് ചെയ്യുന്ന പോലെ ബ്രെയിനിലേക്ക് പോകുന്ന വേദനയുടെ മെസ്സേജിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു കാരണമാണ്. ഇതിനെ പറ്റിയിട്ടുള്ള 4000-ഓളം പേഷ്യൻസിൽ പഠനം നടത്തിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് താഴെ കാണുന്നത്. അത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഡോക്ടർ JB ബറോൺ എന്ന് പറയുന്ന MD ഡോക്ടറാണ്. അപ്പൊ അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ പറ്റുന്നതിനെ പറ്റിയിട്ടുള്ള പഠനം താഴെ കാണുന്ന ഡോക്ടറെ കോട്ടാണ്. മാഗ്നറ്റിക് എനർജി has a beneficial effect on blood circulation, lymph flow, hormone production, nerves and muscles. Dr. Ulrich Wange, MD, Magnet to Overcome Pain എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ചലിക്കാനുള്ള വേഗത കുറയുന്നത് കാണാറുണ്ട് അല്ലെ. അതിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആക്കാൻ പറ്റും, എനർജി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പറ്റും, സ്റ്റാമിന കൂട്ടാൻ പറ്റും എന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഡോക്ടർ റാൾഫ് യു സെറ എന്ന് പറയുന്ന പവർ ഇൻ എ മാഗ്നറ്റിക് ടു ഹീൽ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാണ്. അപ്പൊ ഞാനിതിനെ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിനെപ്പറ്റി
നൂറ്റാണ്ടുകളായിട്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 4 വർഷം 5 വർഷം കൊണ്ട് ഉണ്ടായതല്ല എന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉറക്കം കിട്ടും. ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു തെറാപ്പി സഹായിക്കുന്നതാണ്. ആൻസൈറ്റി കുറക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതെന്ത് ചെയ്യും, നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് ഉള്ളിലേക്ക് ഒരു സന്തോഷം വരും. അത് ഡോപാമിനാണെങ്കിലും അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റെസ്റ്റ് ബാൻഡ് കിട്ടുന്ന സമയത്ത് എല്ലാ വേദനകളിലും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ചെയ്യും, എനർജി കിട്ടും അല്ലെ. അതേപോലെ തന്നെ നീർക്കെട്ടുകളെ ഇല്ലാതാക്കും, റിലാക്സ് കിട്ടും. നല്ലൊരു റിലാക്സ് ആയിരിക്കും ഇത് കിട്ടുന്ന സമയത്ത്. നമ്മൾ അറിയുന്നില്ല, ഇപ്പൊ നമ്മളിപ്പോ ടോട്ടലി റിലാക്സ് ആണെന്നല്ല നമ്മൾ അറിയാത്തതുകൊണ്ട്, നമ്മൾ ഇത് ജീവിതത്തിന്റെ ഭാഗമായി ഉള്ളതുകൊണ്ട്. പക്ഷെ എന്തെങ്കിലും ഡിസോർഡർ ആളുകൾക്കാണ് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടോട്ടൽ ഹെൽത്തിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. പോസിറ്റീവ് തിങ്കിങ്ങിന് സഹായിക്കുന്നതാണ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. പോസിറ്റീവ് തിങ്കിങ്ങിനെ സഹായിക്കും. മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, കാരണം നമ്മളെപ്പോഴും നല്ല ഫ്രഷ് മൈൻഡ് ആയിരിക്കും. അതേപോലെ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഡൈജഷൻ പ്രോപ്പർ ആക്കും, ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യും, നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കിഡ്നി സ്റ്റോണിനെ എന്ത് ചെയ്യാൻ പറ്റും, വരാതിരിക്കാനും ഉള്ളതിനെ പൊടിച്ച് കളയാനും സാധിക്കും. ഇങ്ങനെ കുറെ, ഇന്നലെ ആരോ റിസൾട്ട് പറയുന്നത് കേട്ടു, പിത്താശയക്കല്ല് റിസൾട്ട് കിട്ടിയല്ലേ. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മുടെ ശരീരത്തിലേക്ക് ഗുണം തരുന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് വാട്ടറിനെ റഷ്യക്കാരെ വിളിക്കുന്നത് വണ്ടർ വാട്ടർ എന്നാണ്, വണ്ടർ വാട്ടർ. അതേപോലെ ഈബിയാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കിട്ടുന്ന വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആണ്. ഈ ഈബിയാൻ വാട്ടർ നിങ്ങൾക്കറിയാം, പോയ ആളുകൾ ഉണ്ടാവും. ഈബിയാൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിന് കുറച്ച് വില കൂടുതലായിരിക്കും. അത് ഈ ചില്ല് കുപ്പിയിലാണ് ആ വെള്ളം വരിക, മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആണത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇതിന്റെ മൂല്യങ്ങൾ അറിയാം. നമ്മുടെ നാട്ടിൽ ഇതിന്റെ മൂല്യങ്ങൾ അറിയുന്ന ആളുകൾ കുറവായതുകൊണ്ട് അവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, സപ്പോർട്ടീവായിട്ട് വരുന്ന സാധനങ്ങൾ, നമ്മുടെ ഹെഡിന് കിട്ടുന്നതാണെങ്കിൽ, കണ്ണിന് കിട്ടുന്നതാണെങ്കിലും, ക്യാപ്പ് ആണെങ്കിലും, കൂർക്കം വലിക്ക് ഉപയോഗിക്കുന്ന ആന്റി സ്റ്റോറിംഗ് പേരാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തരുന്ന ഗുണങ്ങൾ ഓൾറെഡി നമ്മളെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. ഇതിനെപ്പറ്റി പഠിക്കുകയോ മനസ്സിലാക്കുകയൊന്നും വേണ്ട. നമ്മളെ ഉള്ളിൽ നമുക്കൊരു വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും ഉണ്ടാകുന്ന സമയത്താണ് നമുക്കൊരു ബിലീഫ് സിസ്റ്റം വരിക. എന്തിനെ കുറിച്ചാണ് ലൈഫിൽ, എന്തിനെ കുറിച്ചും ആദ്യം പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം, പിന്നീട് കൺവിക്ഷൻ ഉണ്ടായിരിക്കണം, അപ്പോഴാണ് ബിലീഫ് വരുന്നത്. ഈ 3 കാര്യങ്ങളും കൂടി ഒത്തുചേരുമ്പോഴാണ് ആക്ഷനിലേക്ക് പോവുക. എനിക്ക് തോന്നുന്നു എന്റെ ഈ ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരു ഉള്ളിലൊരു ദാഹം തന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് നന്ദി പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് നന്ദി പറയാനുള്ളത് ഒന്ന് സാഗർ ജോഷി സാറിനാണ്. അതെല്ലാം നമുക്ക് എല്ലാവർക്കുള്ള നന്ദിയാണ്. രണ്ടാമത് നമ്മുടെ KBCയുടെ ചെയർമാൻ, ഫൗണ്ടർ അല്ലെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രോർപതി നമ്മുടെ മനോജ് സാറിനാണ്. അതേപോലെ തന്നെ എനിക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് തന്ന കോർമേൽ സ്വദേശി പവിത്ര സാറിനാണ്. അദ്ദേഹം മണി പ്രൊഡക്റ്റും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ. അതേപോലെ എന്റെ ഒക്കെ ഗ്രേറ്റ് അപ്ലൈൻ മനോജ് സാറിന്റെ വലങ്കൈ എന്ന് പറയാ നമ്മുടെ ഷാജി സാറ് നെക്സ്റ്റ് അപ്കമിങ് ദ്രൗപതിയാണ്. അപ്പോ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുവാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ബോംബെ പോയ സമയത്ത് എടുത്തതാണ്. 2ാമത്തെ ടൈമാണ് ഞാൻ മനോജ് സാറിന്റെ കൂടെ ബോംബെയിലേക്ക് പോകുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, ബോംബെ പോയ ആളുകളൊക്കെ കോടീശ്വരന്മാരാവുന്നതാണ്. അപ്പോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഇനി ഈവൻ 10 വർഷം കൊണ്ടോ 1 കോടിക്ക് മുകളിൽ വരുമാനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മാത്രം തന്നെയാണ്. കഴിഞ്ഞ 40 വർഷം കൊണ്ടും 30 വർഷം കൊണ്ടും സാധിക്കാത്തതാണ് നമ്മൾ ഈ ചെറിയ ഒരു കാലയളവ് കൊണ്ട് സാധിക്കുന്നത്. അപ്പോ ഓടാൻ തയ്യാറാകുക. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് മിനീഷ് സാർ. പക്ഷേ വണ്ടർഫുൾ. കാരണം കംപ്ലീറ്റ് ആർട്ടിക്കിളോട് കൂടി, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെക്നിക്ക്, ഓരോ നോളജ് തന്ന മിനീഷ് സാറിന് ബിഗ് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്.